ഗൈസ്, ഹലോ ഗൈസ്, ടീമോട്ടിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ നിങ്ങൾക്കറിയാം, ഐഡിയില്ല. ഞാൻ ടീമോട്ടിന്റെ ലേഡി ആക്ട്രസ് ആണ്, ജാൻസി. പിന്നെ എന്തോ ഓർമ്മ കണ്ടപ്പോ ആണ് ഇവനെ പണ്ട് നിങ്ങൾ ഈ ട്രസ്റ്റിന്റെ പുറകെ സിഗരറ്റ് വലിച്ചില്ലേ? 3 വയസ്സുള്ളപ്പാ അത് ഇവനുണ്ടായിരുന്നു. ആ 3 വയസ്സുള്ളപ്പോ എന്നിട്ട് നീ വന്നിട്ട് പറഞ്ഞില്ലേ ഇക്കാക്കാനോട്, ഇക്കാക്ക വീഡിയോ വലിക്കണമെന്ന് പറഞ്ഞില്ലേ? അത് ഇവനായിരുന്നു കൂടെ. ഞാനുണ്ടായില്ല, എനിക്ക് ഓർമ്മയില്ല. നീ എന്തിനാണ് ചിരിച്ച? നീ ചെന്താണ് ഇവൻ വലിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഓർമ്മ? അതാണ് സംഭവം പറ. അതൊന്നുമില്ല, ഇവനാണ് അതാണെന്ന് ചോദിച്ചത്. ഞാനെന്ന് വിചാരിച്ചു കുട്ടി വന്ന് വിളിച്ചിട്ട് ഇക്കാക്ക ബീഡി വലിക്കണം എന്ന് പറഞ്ഞ നീ സംഭവം എന്താ വെച്ചാല് ഫസ്റ്റ് ഞാൻ പോയി വലിച്ചിട്ട് ഇക്കാൻ ഒറ്റി കൊടുത്ത് അല്ലേ? ആണ് അങ്ങനെയായിരുന്നാ? അങ്ങനെയായിരുന്നല്ലോ അന്ന് പറയാൻ പറ്റും. അല്ല, ഞാനാ സത്യം ഞാനല്ല. ചെറുപ്പത്തിൽ 3 വയസ്സുള്ള കാര്യമാണ്. ഇവനല്ലടാ, ഇക്കാക്കാന്റെ കൂട്ടുകാരനായിരുന്നു. സൗദിയിലാ നീ? ചായ നിസ്കരിച്ചിട്ടൊക്കെ വാ. ജാൻസി കണ്ടിട്ട് ജാൻസി ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ആക്ട്രസ് ജാൻസി, ജാൻസിക്ക് വ്ളോഗ് ചെയ്യുമെന്ന് കുറെ പറയണം. സുഹൈല വ്ളോഗിൽ കൊണ്ടുവരണം. സുഹേൽ അങ്ങനെയൊക്കെ പറയും. അല്ല സുഹൈല്, പിന്നെ ഇന്ന് കൊണ്ടുവരാ അല്ലേ? പറഞ്ഞോ ഉമ്മാക്കൊരു 30 സെക്കൻഡ്. ഒന്നുമില്ല, പറ ജാൻസിനെ പറ്റി. ജാൻസി നാഗവലിനെ പോലെയുള്ള എന്താണ് ഉമ്മ ഇങ്ങനെയൊക്കെ പറയണം? റിലാക്സ് ആയിട്ട് ഇവരുടെ ഒപ്പം അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മ ഇങ്ങനെ ചാടി ജാൻസി ആരാന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. വീട് സ്ഥലം അല്ല ഞാൻ വരൂല. അത് ഫീലായി ജാൻസിക്ക്, എന്ത് അത് വിഷമായി. ഒരു വിഷമോ ഇല്ല. കൊണ്ടുവന്നപ്പോ ഉമ്മ നേരം വിളക്കിട്ട് തോന്നുന്നു. ഇവൻ പറഞ്ഞു നീ പറഞ്ഞി അല്ല അപ്പൊ നിനക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ? ഇല്ല. എന്റെ അച്ഛൻ സൂപ്പർ ചെക്കനെ കണ്ടുപിടിച്ചത്. എന്റെ അച്ഛൻ നമ്മുടെ സുഹൈല് സൂപ്പർ അല്ല പറഞ്ഞത്. അപ്പൊ ഇവിടെ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ല. ചാൻസി പോയിക്കും. ചാൻസി തുറന്നാണ്. അതാണ് ഇവിടുത്തെ ഒത്തൊരുമ. ഞാൻ അന്യൻ അല്ലേ? അങ്ങനെ വിഷമായി ചെറുതായിട്ട് കണ്ണൊക്കെ എന്നെ നോക്കണം എന്തിനാണ്? വിഷമായി നിങ്ങളുടെ വ്ലോഗില് ജാൻസിക്ക് വിഷമായി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉള്ള തന്നെ എന്റെ പറഞ്ഞു. ജാൻസി നമ്മുടെ നല്ലൊരു ആക്ട്രസ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടി ജാൻസിന്റെ ജേണി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയത്. അതെങ്ങനെ ഞാൻ ചോദിച്ച് എന്നെ ഇവരുടെ ടീമിലേക്ക് എടുക്കുമെന്ന് ചോദിച്ച്. അപ്പൊ ഇവര് പറഞ്ഞ് ആ എടുക്കാതെ വേറെ ആരില്ലാത്ത കാരണം എന്നെ എടുത്ത്. വേറെ ആരില്ലാത്ത നിങ്ങൾ എത്ര വ്ളോഗ് നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിലൊക്കെ പല പല പിള്ളേരാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ സൂപ്പർ ആയതുകൊണ്ട് എന്നെ എടുത്ത്. അതൊന്നും കൂടെ ഒന്ന് ആലോചിക്കാൻ ഇല്ല, ഒരാലോചിക്കാൻ കമന്റ് ജാൻസി വേണം, അല്ലെങ്കിൽ നമ്മളെ മുമ്പ് അഭിനയിച്ച ഏതെങ്കിലും ആൾക്കാരോട് നിങ്ങൾ കമന്റ്. ഏറ്റവും അത് തന്നെ നമ്മ ചെയ്യും. പക്ഷെ ഞാൻ എന്റെ വീടിന്റെ അടുത്ത പിള്ളേരെ കൊണ്ട് എടുപ്പിക്കും ജാൻസി. അങ്ങനെ ഇടിപ്പിക്കുന്നെ. പിന്നെ ഇവിടുന്ന് 2 പ്രൊഡക്റ്റ് കൊണ്ടിട്ട് എങ്ങനെയുണ്ട്? ഓയില് സൂപ്പർ ആയിരുന്നു. ഹെയർ കെയർ സൊല്യൂഷന്റെ ഹെയർ കെയർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എന്റെ അമ്മ ചെറുപ്പം തൊട്ടാ നമുക്ക് തേക്കുന്നവർക്കൊക്കെ മുടിയുണ്ട് ഇവിടെ. നല്ല ഇത് തേച്ച് ഒരു ഭയങ്കര കൂളിംഗ് ഒക്കെയാണ്. നമുക്ക് ഭയങ്കര എന്താ പറയാ, സാധാരണ ഓയിൽ തേക്കണ മാതിരിയല്ല തേച്ച്, ഭയങ്കര ഒരു റിലാക്സേഷനാണ്.
അല്ല പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചാൾ കറുത്തിരിക്കണായിരുന്നു. ഇപ്പൊ ഇത്തിരി വെളുത്ത സായിലൊക്കെ വിളിച്ച അങ്ങനെയല്ലേ. എനിക്കറിയില്ല, ഞാൻ മീശ അടിച്ചിട്ടാണ്. അതിങ്ങനെ റേറ്റ് ചെയ്യട്ടെ. സായിലും ഔട്ട് ഓഫ് 10. ന്യൂ ലുക്ക് റേറ്റ്. ഹെയർ കട്ട് പേര് പറ. മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ. പുതിയ പ്രൊഡക്റ്റ് കേട്ടാ, പുതിയ ലോഞ്ചാണ്, ഉടനെ ഉണ്ടാവും. മോയ്സ്ചറൈസറും ലിപ് ബാമും 5-8 കൊല്ലായിട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന സാധനം. എന്തിനൊക്കെ നമുക്കിപ്പോ വീട് മതി പിന്നീട് ഷോപ്പിലേക്ക് അല്ല ശരി. നമ്മൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആക്കോൾ പറയാണ്. മോയ്സ്ചറൈസറും ലിപ് ബാം ഉണ്ടോ? ലിപ് ബാമും ഉണ്ട്. എവിടെ ഉമ്മനുണ്ടാക്കും. അതെങ്ങനെ ഉണ്ടാക്കണം? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. പിന്നെ അങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കല്ലേ? മൈ ബിസിനസ് ട്രിക്ക്. വ്ലോഗി പറയണ്ട, ഒളിച്ച് വെറുതെ വീട്ടിലുണ്ടാക്കാല. ഡാൻസിന്റെ ഗ്രാഫ് ജാൻസി പോയിട്ട് ജാൻസി റാണി വന്ന് ചോദിച്ചാൽ പറഞ്ഞല്ല. എന്നാലും എനിക്ക് പറഞ്ഞ നീ ഇതൊന്ന് വെച്ചോക്കെ, ലൈറ്റ് ഇട്ട പോലെ കൈ കാണിച്ചോ കയ്യിലത്തെ കാണിച്ചോട്ടാ. കയ്യിലേ കയ്യാതി കാണിച്ചു കൊടുക്കും. അല്ല ഏറ്റവും ഓഫ് ഒന്ന് ഇനി ആ കൈ കൂടെ നോക്കി. സൂപ്പർ. വെളുക്കണതല്ല, നമുക്കൊരു മോയ്സ്ചറൈസർ കിട്ടും. കാണിക്ക്, നോക്കൂ, നിന്റെ കൈ കാണിച്ചടാ സായിലേ. ആയിക്കോട്ടാ, ഇതന്നെ ഇതിന്റെ നല്ല സ്മെല്ല്. ലൈറ്റ് ഇട്ട പോലെ ആവും കൈ. ശരിയാണ്ടാ ശരിയാണ്. അതുണ്ട് സത്യമായിട്ടുണ്ട്. ആടാ ജോളാ വീട്ടിലിന് ലൈറ്റ് എത്തിക്കണ്ട. അത് നീ ഇങ്ങനത്തെ കോമഡി സീനാണ് ഇതുണ്ട്. കാരണം നോക്കി നീ നിനക്ക് എനിക്ക് ക്യാമറയിൽ എത്ര കാണുമെന്ന് അറിയില്ല. ചിലപ്പോ ഞാൻ പ്രൊമോട്ട് ഇല്ല ഇതിനായി അവന്റെ വന്ന ഇതിപ്പോ നഷ്ട കച്ചവടം. അപ്പൊ നോക്കി ഈ കൈ അധികം കാണിച്ചു കാണിക്കട്ടെ. നീ ഒരു കൈ ബൾബ് ഇടാൻ പോണേന്, 2 കൈകൾ ലൈറ്റ് ഇടാൻ പോണേന്. നല്ല തണുപ്പല്ലേ വൃത്തിപ്പിടിക്കണ. ശരിക്കും വന്നടാ. എന്റെ കൈ ഉണ്ടാടാ. നമ്മള് വീഡിയോ തുറക്കാൻ ചെയ്ത് കൊടുത്തല്ലേട്ടാ. ഡിഫറൻസ് ഇങ്ങനെ തന്നെ കാണിക്കടാ. ഓ ധീരോ വ്യത്യാസമുണ്ട്. സ്വന്തം കൈ മനസ്സിലാവാണ്ടിരിക്കണാണ്. അപ്പൊ മസ്റ്റായിട്ട് എന്ത് ചെയ്യാ, സൊല്യൂഷൻ എന്ന് പറഞ്ഞ പേജിൽ കയറി നിങ്ങ എന്ത് ചെയ്യാ, സൊല്യൂഷന്റെ മോയ്സ്ചറൈസറും ലിപ് ബാമും പുതിയ ലോഞ്ച് ഉടനെ ഉണ്ടാവുന്നതാണ്. എല്ലാരും സപ്പോർട്ട് ചെയ്യാ, മേടിക്ക, എല്ലാരും ബൈ ചെയ്യാ. നമ്പർ ഉണ്ട്, അത് മേടിച്ചോളൂ. അത് പെരുന്നാൾ ഓഫർ ഉണ്ട്. പരസ്യം ചെയ്യാണ്ട് ഞാൻ 4 കൂടെ വാങ്ങിച്ചു. 2 മേടിച്ചൊരെണ്ണം ഫ്രീ. അത് റേറ്റ് ഒക്കെ ഞാൻ പറയുന്നതായിരിക്കും. അത് പറ, 2 മേടിച്ചൊരെണ്ണം ഫ്രീ. അങ്ങനെ ഒരു ഫ്രീ കൊടുത്തിട്ടൊന്നും എനിക്ക് കച്ചവടം വേണം കുട്ടി. നല്ലോണം സെയിലുണ്ട്. അന്ന് അങ്ങനെയാണ് എല്ലാവരും ചെയ്യണ. നമുക്ക് ക്വാളിറ്റി വിട്ടൊരു പരിപാടിയില്ല. 200 രൂപയ്ക്ക് ലോകത്തെ എവിടെ പോയാലും ഇങ്ങനത്തെ കിട്ടൂല, അത് കൺഫേം ആണ്. ഇവിടെ നീട്ടും. അത് കൺഫേം ആണ്. അത് എന്റെ കോൺഫിഡന്റ് ആണ്, അഹങ്കാരമല്ല. വാ സഫാനെ കുറിച്ച് ഇനി 2 വാക്ക്. 200 രൂപയ്ക്ക് അവിടെ ഇല്ല കിട്ടൂല. മിന്ത്രയില, ആമസോണിലെ, ഫ്ലിപ്കാർട്ടില നീ ചർച്ച ചെയ്ത് നോക്ക്. ശരിയാണ്. 185. ഇത് എന്തായാലും ഉടനെ ഇറങ്ങുന്നതായിരിക്കും. 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ബോട്ടിലും സ്റ്റിക്കറൊക്കെ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് ന്യൂ ലോഞ്ച് മോയ്സ്ചറൈസർ ക്രീം ആൻഡ് ലിപ് ബാം. ഹെയർ സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷൻ നല്ലതാണ്. 2 ആഴ്ച യൂസ് ചെയ്ത് ഭയങ്കര അല്ല 2 ആഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ഒരു തണുപ്പ് അതൊക്കെ ഒരു ഉണർവൊക്കെ ഇല്ലേ? അത് ഞാൻ പറഞ്ഞു. സുഹേലിന്റെ അടുത്ത് ഫസ്റ്റ് യൂസ് തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ മാറിയില്ലേ? അല്ല പായണ്ടേ കിടക്കും. അത് വേറെ ഒന്നുമില്ല. രാവിലത്തെ ഇത് ഉഷാറുണ്ട്. ഭയങ്കര തണുപ്പാണ് തേച്ച് കഴിയുമ്പോ. പിന്നെ കണ്ടീഷണർ ഇട്ട് കഴിയുമ്പോഴേക്കും സെറ്റ്. അതുപോലെ ക്യാരറ്റ് ഓയിലോ അങ്ങനെ തന്നെയാണ്. സ്കിൻ കെയർ ഓയിലോ അങ്ങനെ തന്നെയാണ്. ക്യാരറ്റ് ഓയിൽ യൂസ് ചെയ്തിട്ട് നിന്റെ മുഖത്തോ ഈ പിമ്പിൾസ് എല്ലാം മാറും. ഇത് മാറണം. ഇത് മാറണം. കേട്ടാ, റിസൾട്ട് ഇല്ലെങ്കിൽ ഫുൾ റീപേയ്മെന്റ്. ഒരു പ്രൊഡക്റ്റ് ഒരാൾ ആദ്യം നിനക്ക് ഞാൻ നിനക്ക് ഞാൻ തന്നു, നീ അത് ഉപയോഗിച്ച അപ്പൊ ഞാനൊരു പ്രൊഡക്റ്റ് നിനക്ക് തന്നാണ്. രണ്ടാമത്തത് നീ അതെന്നെ
നീ അതെനിക്ക് വേറൊരെണ്ണം ആവശ്യപ്പെട്ടാല് ഞാനൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതാവും. പിന്നെ നീ അത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ ഞാനൊരു ബ്രാൻഡ് സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതെ. അതെ അതെ ഇതൊക്കെ ഷോർട്സ് അല്ല അല്ലേ? അതെ. എനിക്ക് ഉറപ്പായിട്ട് പറയാം ഞാനൊരു ബ്രാൻഡ് സൃഷ്ടിച്ചു. സൊല്യൂഷൻസ് ബൈ അതെ, സുമിഷ ഷഹീർ. അത് നല്ലൊരു എന്താണ് ബ്രാൻഡ് നെയിം തന്നെയാണ് സൊല്യൂഷൻ. ഉമ്മട്ടാണോ? ഞാൻ തന്നെ. നീ കണ്ണടച്ച് ഇങ്ങനെ കാണിച്ചപ്പോ നീ ആയിട്ടോ ഞാൻ പറഞ്ഞതിന് പല ആളില്ലേ എന്റെ ആങ്ങളുടെ മോൻ പറഞ്ഞത് പരിഹാരം എന്നാന്നുണ്ടായിരുന്നു. അപ്പൊ ഗൈസ് ഇനി നമുക്ക് മോയ്സ്ചറൈസർ തേച്ചിട്ട് എങ്ങനെയുണ്ട്? ആ സൂപ്പർ. തുരുവിന്റെ കൈ നോക്കൂ. സഫാൻ സഫാന്ന് വിളിക്കല ഇപ്പൊ എല്ലാരും ഇതൊക്കെ ഗ്ലേസിംഗ് ഒക്കെ മേടിച്ചോട്ടാ. രാത്രി കിടക്കാൻ കയ്യില് കാലൊക്കെ തേച്ചാൽ മതി, ക്ലീൻ ആവും. നോർമൽ എണ്ണയിലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അല്ല എന്തിനാ ഗ്രോത്ത് ആയി രണ്ടാഴ്ചത്തും വിട്ടുണ്ടല്ലോ പൊങ്ങിക്കള മാത്രമേ ഉള്ളിലൊന്നുമില്ല. അകത്തൂല. അകത്തുണ്ട് എന്താണ് അകത്തൂല. അകത്തൂല. നമ്മുടെ ബ്ലോഗ് അവസാനിപ്പിക്കാം. ഇതൊരു ഡാൻസ് ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞിരിക്കണത് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ഏറ്റവും പുതിയ കൺസെപ്റ്റ് അല്ലേ, ചെറിയൊരു വീഡിയോ. അതായത് സുഹൈൽ അഭിനയിച്ച്, സുഹൈലിന്റെ ഉമ്മ അഭിനയിച്ച്, പിന്നെ ആരാണ് ഡാൻസിലല്ല സുഹൈലിന്റെ ഉമ്മയും അഭിനയിച്ച് നമ്മെല്ലാരും കൂടി ചെയ്ത പുതിയൊരു വർക്കാണ് ജാൻസി നോക്കി വാലന്റൈൻസ് ഡേ. DOP അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മെല്ലാരും കൂടി ചെയ്യണ പുതിയൊരു കൺസെപ്റ്റ് പോലത്തെ ഒരു വീഡിയോ നാളെ മോണിക്കല്ലേ, നാളെ മോണിക്ക് വരും. അപ്പൊ ഈ വ്ളോഗ് ഇന്ന് വരും, ഇടയിലെ വ്ളോഗ് നാളത്തേക്ക് മാറ്റും. എല്ലാരും കാണാം. ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോയും ഡാൻസ് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ കമന്റും ചെയ്യണം. എന്നെ വേണ്ടെന്ന് ആരും പറയൂല. അറിയില്ലാട്ടോ. ഈ വ്ളോഗ് കൂടെ അവസാനിക്കണം. മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഷോർട്സ് അടിപൊളി ഷോർട്സ് ഇറങ്ങണ്ട്. ഷോർട്സ് എല്ലാവരും കാണാം. അപ്പൊ അടുത്ത വീഡിയോ ബൈ.